അങ്ങനെ ഇന്ത്യ ആദ്യ ഏകദിനത്തിൽ ജയിച്ചിരിക്കുകയാണ്. രാഹുലിന്റെ ക്യാപ്റ്റൻസിയിലാണ് ഇന്ത്യ കളി ജയിച്ചത്. സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്ക് ഒരു എതിരാളി പോലുമല്ലായിരുന്നു. വളരെ ഈസി ആയിട്ടാണ് ഇന്ത്യ കളി ജയിച്ചത്. ഇന്നത്തെ ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു. സഞ്ജു മികച്ച ഫീൽഡിംഗ് കാഴ്ചവെച്ചു. പക്ഷേ സഞ്ജുവിന് ബാറ്റിങ്ങിൽ വെടിക്കെട്ട് പ്രകടനം പുറത്തെടുക്കാൻ അവസരം കിട്ടിയില്ല. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം രാഹുൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗത്ത് ആഫ്രിക്ക ഇങ്ങനെ നാണംകെട്ട കളി കാഴ്ചവെക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. 116 റൺസിൽ അവർ ഓൾ ഔട്ടായി. പിന്നീട് ഇന്ത്യ സെക്കൻഡ് ബാറ്റിങ്ങിൽ അനായാസമായിട്ട് കളി ജയിച്ചു. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം രാഹുൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യ ഏകദിനം തന്നെ നമ്മൾ ജയിച്ചിരിക്കുകയാണ്. പരമ്പരയിൽ ഞങ്ങൾ 1-0 മുന്നിലായി. ഇന്നത്തെ മത്സരം ഞങ്ങൾക്ക് വലിയ രീതിയിൽ വെല്ലുവിളിയായിരിക്കുമെന്നായിരുന്നു ഞാൻ കരുതിയത്. എന്നാൽ ഞങ്ങൾ അനായാസമായിട്ടാണ് കളി ജയിച്ചത്. എല്ലാ താരങ്ങളും ഇന്ന് നന്നായി കളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സഞ്ജു മികച്ച ഫീൽഡിംഗ് ആണെന്ന് പുറത്തെടുത്തത്. അതുപോലെ തന്നെ ഹർഷദീപ് സിംഗ്, അവൻ്റെ ബൗളിംഗ് പ്രകടനം മികച്ചതായിരുന്നു. അതുപോലെ ആവേശ് ഖാനും. ഇവരുടെ ബൗളിംഗാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. ഞങ്ങൾക്ക് ബാറ്റിങ്ങിൽ എഫേർട്ട് എടുക്കേണ്ട ആവശ്യം വന്നില്ല. വളരെ ഈസി ആയിട്ട് കളി ജയിച്ചു. അതിൻ്റെ ക്രെഡിറ്റ് ബൗളേഴ്സിനാണ്. വരുന്ന മാച്ചിലും ഇതേ കളി ആവർത്തിക്കുമെന്ന് രാഹുൽ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ആദ്യ കളി തന്നെ ഇന്ത്യ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. സൗത്ത് ആഫ്രിക്കൻ ടീമിനെ ഒന്ന് പൊരുതാൻ പോലും സാധിച്ചില്ല. ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നിൽ അവർ മുട്ടുമടക്കി. ഒരുപാട് പേരുകേട്ട താരങ്ങൾ അവരുടെ നിരയിലുണ്ട്. മാർക്രം, ക്ലാസൻ, മില്ലർ തുടങ്ങി എല്ലാ താരങ്ങളും പെട്ടെന്ന് ഔട്ടായി. ഹർഷദീപ് സിംഗ്, ആവേശ് ഖാൻ, ഇവർക്കാണ് ഇന്നത്തെ വിജയത്തിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അതുപോലത്തെ ബൗളിംഗ് ആണ് രണ്ടുപേരും ഇന്ന് പുറത്തെടുത്തത്. സഞ്ജു ഇന്നത്തെ മാച്ചിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സഞ്ജുവിനെ ഒന്നും തന്നെ ചെയ്യാൻ അവസരം കിട്ടിയില്ല. അതുകൊണ്ട് മലയാളി ആരാധകർ നിരാശയിലായിരുന്നു. ഇനി വരുന്ന ഏകദിനത്തിൽ സഞ്ജുവിനെ നല്ല കളി കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് കരുതാം. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.